തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞ കാര്യമാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. ഇതിന്ന് മുഖ്യമന്ത്രിയായപ്പോൾ മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണ് ഈ വിപണിയിലുള്ള പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനിയുടെ ആവശ്യമായിരുന്നു. LDF ഗവൺമെന്റിനെ അവർ സമീപിച്ചിരുന്നു. LDF സർക്കാർ ആ ആവശ്യത്തിന് വഴങ്ങിയില്ല. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ പറയുന്നതെല്ലാം അത് വേറൊരു കാര്യവും, എന്നാൽ ഭരണപക്ഷത്ത് വരുമ്പോൾ പറയുന്നതെല്ലാം വേറെ കാര്യങ്ങളും എന്നാണല്ലോ ഇവർ പറയുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മദ്യത്തിന്റെ നികുതി, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഒരു പദ്ധതി മുന്നിലേക്ക് വെച്ചപ്പോൾ അതിരൂക്ഷമായിട്ട് സതീശനാദികൾ എല്ലാവരും കൂടി അതിനെ എതിർക്കുകയും അങ്ങനെ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു നികുതി ഇനത്തിൽ അല്ലെങ്കിൽ കുറേ കള്ളത്തരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. മദ്യ കമ്പനികൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നുവെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതിൻ്റെ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടതാണല്ലേ. അപ്പോൾ ഇന്ന് വി ഡി സതീശൻ ഈ ഒരു നയപ്രഖ്യാപനം നടത്തുമ്പോൾ, ബഡ്ജറ്റിൽ ഈ ഒരു നയപ്രഖ്യാപനത്തെ പറ്റി എടുത്തു പറയുമ്പോൾ എന്താണ് വി ഡി സതീശ നിങ്ങൾ അവിടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് വൻകിട കമ്പനികൾക്ക് വൻ ലാഭം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തന്നെയും ഈ വീര്യം കുറഞ്ഞ മദ്യങ്ങളായിട്ടുള്ള, അതായത് ഈ പറയുന്ന വൈൻ, ഈ നമ്മുടെ ഈ എന്താ പറയുക കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വൈൻ പോലെയുള്ള സാധനങ്ങളൊക്കെ അതിനൊക്കെ ഈ പറയുന്ന നികുതി കുറയ്ക്കുകയും വീര്യം കൂടിയ മദ്യങ്ങൾക്കെല്ലാം നികുതി കൂട്ടുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടി എന്താണ് നടക്കാൻ പോകുന്നത്? വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുമ്പോൾ അതിൽ ബിയറും ഉൾപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ബിയറും കൂടി ഉൾപ്പെടുന്നു എന്നുണ്ടെങ്കിൽ കുടിയന്മാരുടെ എണ്ണം ഗണ്യമായ തോതിൽ വർദ്ധിക്കാം. ബിയർ എന്ന് പറഞ്ഞാൽ ഒരു മദ്യം തന്നെയാണല്ലോ അല്ലേ? അതിന് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ബിയറിൻ്റെ ഉൽപ്പാദനം, ബിയറിൻ്റെ കുടി അല്ലെങ്കിൽ ബിയർ ഉപയോഗം ഇതെല്ലാം വലിയ രീതിയിൽ കൂടും. അങ്ങനെ കൂടുമ്പോൾ നമ്മുടെ കേരളത്തിന് ഇവർ സംഭാവന ചെയ്യാൻ പോകുന്നത് മുഴുക്കുടിയന്മാരെയാണ്. ഈ വീര്യം കൂടിയ സാധനങ്ങൾക്ക് നികുതി കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ വില കൂടുതലാണ്. അതുകൊണ്ട് തന്നെയും അതിലേക്കാരും പോവാതെ എന്താണോ വില കുറഞ്ഞിരിക്കുന്ന സാധനം അതെടുത്ത് ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ അവരും ചിന്തിക്കും. ആരെയും തെറ്റു പറയാൻ പറ്റില്ല. അവർക്ക് എന്താണോ ലാഭത്തിൽ കിട്ടുന്നത് അത് എങ്ങനെയെങ്കിലും മേടിച്ച് കുടിക്കുക എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതാണ്. അപ്പം അങ്ങനെ സതീശനാദികളെല്ലാം കൂടി അന്ന് ഈ പറയുന്ന ഒരു കാര്യം മുന്നിലേക്ക് വെച്ച് ഇടതുപക്ഷ സർക്കാരിനെ രൂക്ഷമായിട്ട് എതിർത്തിട്ട് ഇന്ന് ഈ പറയുന്ന രീതിയിൽ ഒരു മെഴുകൽ നടത്തണമെന്നുണ്ടെങ്കിൽ എവിടെ രാജേഷ് എന്ന് പറയുന്ന ഒരു മന്ത്രി ചോദിച്ചതുപോലെ തന്നെ എന്ത് കിട്ടി അല്ലെ എത്ര കിട്ടി എന്ന് സതീശനാദികൾ വ്യക്തമാക്കണം. അതായത് ഈ പറയുന്ന മദ്യ കമ്പനികളുടെ ഭാഗത്തു നിന്നും എന്ത് കിട്ടി, എന്ത് വാങ്ങി നക്കി എന്ന് നിങ്ങൾ വ്യക്തമാക്കണമെന്നാണ് NB രാജേഷ് ചോദിച്ചിരിക്കുന്നത്. അത് തന്നെ നമുക്ക് ഇവിടെ ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങൾക്കിതിലെ ലാഭം? എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് മുന്നിലേക്ക് വെക്കുന്നത്? എന്താണ് ഇതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മളിവിടെ എടുത്ത് ചോദിക്കുകയാണ്. പാലിന് വില കൂടി, നിത്യോപയോഗ സാധനമല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. പെട്രോളിന് വില കൂടി, നികുതിയും കൂടി, അതും നിത്യോപയോഗ സാധനമല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ മദ്യം അത് നിത്യോപയോഗ സാധനമായതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെയും അതിനെതിരെ ഒന്നും പറയാൻ പറ്റില്ലെന്നേ. ഞങ്ങൾ ആ നികുതി ഈ പറയുന്ന സാധനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് വീര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിനെ അങ്ങ് തരംതിരിച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ മദ്യത്തിനൊരു നികുതി കൊടുത്തുകൊണ്ട്, അല്ലെ മദ്യത്തിന് തോന്നിയ രീതിയിൽ നികുതി പിരിച്ചുകൊണ്ട് തന്നെ ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധേയമായിട്ട് കാണേണ്ട ഒരു കാര്യം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമിതമായിട്ട് കിട്ടുന്ന നികുതി അത് പിരിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകിയ ആളുകളായിരുന്നു വി ഡി സതീശൻ അടക്കമുള്ള ഇവരുടെ സതീശനാദികൾ. എന്നിട്ട് ഇവർ ഭരണപക്ഷത്ത് വന്നപ്പോൾ ഇവരെന്താണ് ചെയ്തത്? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കുകയുണ്ടായോ? ഒരിക്കലുമില്ലല്ലോ. ഇവരെന്താണ് അപ്പോൾ പറഞ്ഞത്? ആദ്യം ഇത് എവിടെയെങ്കിലും ഒന്ന് പോയി ചെന്ന് നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം വില കൂട്ടണോ വില കുറയ്ക്കണോ, എന്തൊക്കെ അതിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് എന്നിട്ട് തീരുമാനിക്കാം. അതായത് ഇത് കൂടിക്കൂടി എവിടെയെങ്കിലും ഒന്ന് എത്തി നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്നാൽ അന്ന് ഈ ഇടതുപക്ഷം ഇവിടെ ഭരിക്കുന്ന സമയത്ത് 107 രൂപ 108 രൂപ വരെ വന്ന സമയത്ത് എന്തൊക്കെ പുകിലായിരുന്നു.
വലിയ പ്രശ്നങ്ങളായിരുന്നു. പലയിടങ്ങളിലും സമരം, പലയിടങ്ങളിലും അടിച്ചു പൊട്ടിക്കുന്നു, പല പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു. എന്നിട്ട് ഇവർ വന്നപ്പോൾ എന്താണ് 7 രൂപ എന്നുള്ളത് 2 തവണ 2 മടങ്ങ് കൂടി 15 രൂപയാണ്, 115 രൂപയാണ് ഇന്നത്തെ പെട്രോളിൻ്റെ വില. ഡീസലിന് നോക്കുകയാണെങ്കിൽ 105 അല്ല 106 രൂപയ്ക്ക് അടുത്ത് ഡീസലിനും വരുന്നുണ്ട്. 95 രൂപ അല്ല 97 രൂപയിലേക്ക് കിടന്ന സാധനം 105 106 രൂപയിലേക്ക് മാറി. അപ്പോൾ എന്താണ് ഇതിലെന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? ഈ ഒരു ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3000 രൂപയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് 2000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ ഇവർ വരുന്ന സമയത്ത് 3000 രൂപയാക്കി കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇവരെന്താണ് ചെയ്തിരിക്കുന്നത്? 3000 രൂപ എന്ന് പോയിട്ട് അതിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യുന്നതായിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് സതീശനാദികളെ. 3000 രൂപയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ പെൻഷൻ കൊടുത്തിട്ടില്ല. 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ ഒരു പഠന സഹായമായിട്ട് അല്ലെ അവർക്ക് വേണ്ടിയിട്ട് ഒരു അലവൻസ് പോലെ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് കൊടുക്കുന്നതിനെ പറ്റി ബഡ്ജറ്റിലില്ല. ഒന്നും കൊടുക്കണം നമ്മൾ പറയുന്നില്ല. ഈ ഒരു ബഡ്ജറ്റിലെങ്കിലും ഒന്ന് അനൗൺസ് ചെയ്തുകൂടെ? വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ വീടിൻ്റെ കാര്യം പോലും ഈ ഒരു ബഡ്ജറ്റിലില്ല. ഈ ദുരന്തത്തെ അതിജീവിച്ച് എങ്ങനെയെങ്കിലും ജീവിതം പടുത്തുയർത്തണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ അവിടെ ഒരു സാമ്രാജ്യം പടുത്തുയർത്തി കൊടുത്തു. ആ സാമ്രാജ്യം പടുത്തുയർത്തി കൊടുത്തതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇനി അവരെ കയറ്റി താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് ഈ വന്നിരിക്കുന്ന ഭരണപക്ഷമായിട്ടുള്ള UDFന് സാധിക്കുന്നില്ല. അപ്പോൾ ഈ കൊങ്ങികൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അല്ലെ കൊങ്ങികൾ അഹോരാത്രം പണിയെടുത്തുകൊണ്ട് എന്താണ് മുന്നിലേക്ക് പറയാനായിട്ട് ശ്രമിക്കുന്നത്? ഇവരെല്ലാം ചെയ്തു കൊടുക്കും, ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നത് 40 വട്ടം പറയുമ്പോഴും ആ വയനാട്ടിലെ പാവങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി വലിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെക്രട്ടറിയുടെ മുന്നിൽ പോയിട്ട് 128 200 ദിവസങ്ങൾക്ക് പട്ടിണി കിടന്ന് അവിടെ സമരം ചെയ്തിട്ടുള്ള വീട്ടമ്മമാരുണ്ടായിരുന്നു. അവരുടെ കാര്യത്തിൽ എന്താണ് അപ്ഡേഷൻ? ഒന്നുമില്ല. അത് ഇവരുടെ PR ടീംസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇതിലൊരു പ്രശ്നമില്ല. ഒരാൾ പോലും പ്രതികരണമായിട്ടോ അല്ല പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടില്ലല്ലോ. നിങ്ങൾ കാണുന്നതല്ലേ, മാധ്യമങ്ങളെല്ലാം കാണുന്നത്, വലതുപക്ഷ മാധ്യമങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്ന ആളുകളല്ലേ. ആരെങ്കിലും മുന്നിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഞങ്ങളുടെ സതീശൻ ജി വന്ന് ഞങ്ങളെ കണ്ട് ചിരിച്ച് കാണിച്ചാൽ ഞങ്ങൾക്കെല്ലാം പ്രശ്നങ്ങളും സോൾവ് ആവും. ഞങ്ങളുടെ ആണ് എല്ലാം അവസ്ഥ. അപ്പോൾ നമുക്കിതിൽ NB രാജേഷ് പറയുന്ന ആ ഒരു കാര്യം, മുഖ്യമന്ത്രി വിസ്മയം ഒളിപ്പിച്ചു വെച്ചത് മദ്യ മുതലാളികൾക്ക് വേണ്ടി അല്ലെ മദ്യ മുതലാളിമാർക്ക് വേണ്ടി ആ ഒരു വീഡിയോയുടെ കണ്ടുപോകാം. നേരത്തെ പ്രതിപക്ഷത്തിരുന്നപ്പോ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറയ്ക്കണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് ആദ്യം ചെയ്തത് പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറയ്ക്കുകയല്ല, മറിച്ച് മദ്യത്തിന്റെ നികുതി കുറച്ച് മദ്യക്കമ്പനികൾക്ക് ആശ്വാസം പകരുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ബജറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ക്ഷേമ പെൻഷൻ കൂട്ടും എന്നാണ്. അത് കൂട്ടിയില്ല, മദ്യത്തിന്റെ നികുതി കുറച്ചു കൊടുത്തു. അദ്ദേഹം സർക്കാർ ജീവനക്കാരോട് പറഞ്ഞത് ആദ്യത്തെ ബജറ്റിൽ നിങ്ങൾക്കായി ചില വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടെ വിസ്മയം ഒളിപ്പിച്ചു വെച്ചത് മദ്യ മുതലാളിമാർക്ക് വേണ്ടിയായിരുന്നു എന്നതാണ് വസ്തുത. നേരത്തെ സത്യം, മദ്യ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് വലിയൊരു വിസ്മയം ഒളിപ്പിച്ചു വെച്ച VD സതീശൻ. ഇവർ പറയുന്നതൊന്ന് ചെയ്യുന്നത് വേറൊന്ന്. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആർക്കും ഒരു മാറ്റവും വന്നിട്ടില്ല. ഉമ്മൻചാണ്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം ഈ ഒരു പാർട്ടിയിലില്ല എന്നുള്ളൊരു ഒറ്റ കാര്യം ഒഴികെ ബാക്കി ഒരു കാര്യത്തിലും മാറ്റം വന്നിട്ടില്ല. എല്ലാം അതേപോലെ തന്നെ അവർ കൊണ്ടു നടക്കുകയാണ്. ഈ രക്തത്തിലുള്ളതെന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും മാഞ്ഞു പോകുന്നൊരു ഐറ്റം അല്ലല്ലോ. അതുകൊണ്ട് തന്നെയും അത് അവരുടെ ജനസിലുള്ളതെന്നൊക്കെ പറയുന്നത് പോലെ അത് അതിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നതാണ്. പെണ്ണുപിടിയന്മാരുടെ സംഘടന, വെറും വാക്ക് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നവന്മാരുടെ സംഘടന, ഈ നാണം കെട്ട് നട്ടലിന് ഉറപ്പില്ലാത്ത ആണത്തമില്ലാത്തവന്മാരുടെ സംഘടനയാണ് UDF എന്നുള്ളതിൽ ഒരു സംശയവും ഒരാൾക്കും ഉണ്ടാവില്ല. കാരണം ചെയ്യാൻ പറ്റുന്നത് പറയാനുള്ള കഴിവുമില്ല, പറയുന്നത് ചെയ്യാനുള്ള കഴിവുമില്ല. ഇത് രണ്ടുമില്ലെങ്കിൽ എന്ത് ജനപ്രതിനിധിയാണ് നിങ്ങൾ? ജനങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ച് അങ്ങോട്ടേക്ക് കയറ്റി വിട്ടതേ നിങ്ങൾക്ക് ഈ മദ്യത്തിനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് തോന്നിവാസം കാണിക്കാനായിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് ഫേവറിസമാണ്, പക്കാ ഫേവറിസം. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുകയും വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി സ്മാരകം ഉണ്ടാക്കാൻ പോവുകയും അവരുടെയൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും അവരുടെയൊക്കെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് ഇന്ന് അധികാരത്തിൽ വന്നിരിക്കുന്ന വൃത്തികെട്ട അധികാരവർഗമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിന്റെ പ്രധാന തെളിവൊക്കെയാണ് ഈ സലീം കുമാറിന്റെ സ്മാരകം പണിയുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. ഒരു സംസ്ഥാന അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഓക്കെയാണ്. സംസ്ഥാന മികച്ച നടനുള്ള അവാർഡ് അല്ലെ മികച്ച കൊമേഡിയനുള്ള അവാർഡ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അവാർഡ് കൊടുത്താലും അതൊരു ആദരവ് തന്നെയാണ്. അതിന് സ്മാരകം പണിയണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിമ പണിയണമെന്നോ ഒന്നുമില്ല. ഇത് എനിക്ക് തോന്നുന്നു സംഘികൾ പറഞ്ഞു കൊടുത്തൊരു മാർഗമാണ്, അല്ലെ സംഘികൾ പറഞ്ഞു കൊടുത്തൊരു വഴിയാണ്. സംഘികൾ എന്താ ചെയ്യുന്നത്? 3000 കോടിയുടെ പ്രതിമ പണിയുമ്പോൾ എന്താ ലാഭം? എന്താണ്? 1000 കോടി പ്രതിമയ്ക്കായിട്ട് ഉപയോഗിച്ചു എന്ന് വെച്ചോ, 1000 കോടിയും വേണ്ടി വരില്ല, എന്നാലും 1000 കോടി ഉപയോഗിച്ചു. ബാക്കി 2000 കോടി കൈയിട്ട് വാരാം. ജനങ്ങൾ നോക്കുമ്പോൾ എന്താ, നല്ലൊരു പ്രതിമ മുന്നിൽ നിൽക്കുകയല്ലേ, അതിൽ 3000 കോടി
അതിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഇതേ സെയിം മാർഗം സതീശനാദികൾക്ക് മോദിജി അടക്കമുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തതിന്റെ ഫലമായിട്ട് നിങ്ങൾ പ്രതിമയൊന്നും പണിയേണ്ട, സ്മാരകത്തിന്റെ പേരിൽ നിങ്ങൾ ഈ ഒരു സ്കീം ഇറക്ക്, നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്കാം, ഒരാളും ചോദിക്കില്ല എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഇവർക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പരിപാടികൾ ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാതെ മദ്യത്തൊഴിലാളി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ മദ്യ കമ്പനികൾക്ക് വൻ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന വൃത്തികെട്ട ഒരു ഭരണാധികാരിയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. ജയ് വിളിക്കുകയും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട്, ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട്. സന്തോഷിക്കുവിൻ, ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ കാണുന്നവരെ ഓക്കെ.